നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും 2 എപ്പിസോഡ് ഏഷ്യാനെറ്റിലെ പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന എന്താണെന്നുള്ളതാണ് സംസാരിച്ചത്. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ സ്വകാര്യ ചാനൽ, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ എങ്ങനെ ജന്മം കൊണ്ടു എന്നുള്ളതാണ് രസകരമായ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. AIR എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, ആൾ ഇന്ത്യ റേഡിയോ. നമുക്ക് വാർത്തകൾ അറിയാനും നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും ശബ്ദരേഖ കേൾക്കാനും നാടകങ്ങൾ കേൾക്കാനും ഒക്കെ കൃഷിയെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ കേൾക്കാനും എന്തിനും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആശ്രയിച്ചിരുന്നത് ആൾ ഇന്ത്യ റേഡിയോയാണ്. വേറെ ഒന്നുമില്ല, ഇപ്പോഴത്തെ പോലെ FM ഒന്നും ഇല്ലല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒരു റേഡിയോ വാങ്ങിയത്. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ആ വഴിയിൽ ആദ്യമായിട്ട് റേഡിയോ വാങ്ങുന്ന എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇലക്ഷനിൽ റിസൾട്ട് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ വാർത്ത വായിച്ചിരുന്ന രാമചന്ദ്രൻ സാറും ഡൽഹിയിൽ നിന്നുള്ള പ്രതാപൻ സാറും ഒക്കെ വാർത്ത വായിക്കുമ്പോൾ, സുഷമ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അവർ വാർത്ത വായിക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു ചിലർ ആ വാർത്ത കേൾക്കാൻ. എന്നെ പറയും, അല്പം കൂടി വോളിയം കൂട്ടി വയ്ക്കാമെന്നൊക്കെ ഞാൻ ഫുൾ കൂട്ടി വെച്ച് കൊടുക്കും. അങ്ങനത്തെ ഒരു കാലം റേഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴാണ് ടെലിവിഷൻ്റെ വരവ്. ഇങ്ങനെ ഒഴുകി 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 വിഷ്വലുകൾ ശരിക്കും കാണാൻ കഴിയാത്ത നിരാശയിൽ വീടിൻ്റെ മേളിൽ കയറി ഇരുമ്പ് പൈപ്പിൽ വെച്ചിരിക്കുന്ന ആൻറ്റിന, ഒരു കാലത്ത് കാക്കയൊക്കെ ഇരിക്കാനുള്ള സാധനമായിരുന്നു ആൻറ്റിന. അത് ഇരുമ്പ് പൈപ്പിൽ സെറ്റ് ചെയ്തിട്ടാണല്ലോ വീടിൻ്റെ മേളിൽ വെക്കണേ. എന്നിട്ട് മിക്കവാറും എൻ്റെ അനുജനായിരിക്കും മേളിൽ കയറണം. അവൻ കയറി ആ പൈപ്പിനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ തിരിക്കും. ഞാൻ TV യിൽ നോക്കിക്കൊണ്ടിരിക്കും ഒഴുക്ക് നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ കുറേ നേരം തിരിച്ച് വരുമ്പോൾ ഞാൻ വിളിച്ചു പറയണം, മതി മതി മതി, കറക്റ്റ് 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 എന്ന് പറയും. നിർത്തും. അവൻ വലിഞ്ഞ് ഏണിയിൽ തൂങ്ങി താഴെ ഇറങ്ങി വരുമ്പോഴേക്കും ഇത് വീണ്ടും ആ ഏണി അനങ്ങി എന്തോ ചെയ്തപ്പോൾ ആൻറ്റിനെ വീണ്ടും പോവും. അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമഫലമായിട്ടൊക്കെ ആയിരുന്നു എന്താ പറയുക TV ഞങ്ങൾ വാങ്ങിയ കാലത്ത് കണ്ടിരുന്നത്. അതൊരു കാലമാണ് എന്ന് പറയാം. സിനിമാക്കാരിൽ MG സോമൻ, നമ്മുടെ പ്രിയപ്പെട്ട സോമേട്ടനാണ് ആദ്യമായിട്ട് TV വാങ്ങിയത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ് ഡൽഹി പോയിട്ടൊന്നും വാങ്ങിയിട്ട് വന്നു. ഈ വിവരം അറിഞ്ഞിട്ട് ടെലിവിഷൻ കാണാനായിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ടെലിവിഷൻ കാണാനുള്ള കൊതിയിൽ JC സാറിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് നിന്ന് സോമേട്ടൻ്റെ ഒരു സംഘം സുഹൃത്തുക്കൾ ഒരു കാറെടുത്ത് തിരുവല്ലയ്ക്ക് പോയി സോമേട്ടൻ്റെ വീട്ടിൽ ചെന്ന് TV കാണാനായിട്ട്. ഇപ്പോൾ അത് പറഞ്ഞാലൊന്നും ആർക്കും അതിൻ്റെ കൗതുകം മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഡൽഹി ഹിന്ദിയല്ലേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബുധനാഴ്ചകളിൽ ചിത്രഹാർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഹിന്ദി സിനിമയിലെ പാട്ടുകളാണല്ലോ കാണിക്കുന്നത്. ദീവാർ അല്ലെങ്കിൽ ഷോലെ എന്നൊക്കെ പറഞ്ഞ് പടങ്ങളിലെ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും രാജേഷ് ഖന്നയൊക്കെ പാടുന്ന, ജിതേന്ദ്രയൊക്കെ പാടുന്ന പാട്ട്, മിഥുൻ ചക്രവർത്തിയൊക്കെ പാടുന്ന പാട്ടുകൾ ഒരു എണ്ണം മുടങ്ങാതെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനുജനും കൂടി ഇതുപോലെ തന്നെ TV ഉള്ള വീട് നോക്കി പോകുമായിരുന്നു. തങ്കത്തിൻ്റെ മക്കളല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്രീതി കാണിക്കാതെ, എന്നാൽ അവർക്ക് ഇഷ്ടമല്ല എന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ജനാലയിലൂടെ കാണാൻ അനുവദിക്കുമായിരുന്നു. ജനാലയിൽ പിടിച്ച് കമ്പിയിൽ പിടിച്ച് തൂങ്ങിയെന്ന് ഈ ചിത്രഗീതം കാണുമായിരുന്നു. അത് പിന്നെ പതിവായപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സന്ധ്യ ആകുമ്പോൾ വീട്ടിലെ ഫ്രണ്ടിലത്തെ ലൈറ്റും അണച്ച് പട്ടി അഴിച്ചു വിടും. അപ്പോൾ ചെല്ലൂല്ലോ, ബുധനാഴ്ച എന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് ലൈറ്റ് അണയ്ക്കും, എന്നിട്ട് പട്ടി അഴിച്ചു വിടും. എനിക്കിന്നും അത് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന രംഗം 3 ദിവസം ലൈവായിരുന്നു. ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സംഗീതമൊക്കെ ആയിട്ട്, ഷെഹനായിയുടെ എന്തോ ഒരു പശ്ചാത്തല സംഗീതത്തിൽ ഇന്ദിരാഗാന്ധി കിടക്കുന്നതും ദുഃഖം കടിച്ചമർത്തി രാജീവ് ഗാന്ധി നിൽക്കുന്നതും, രാജീവ് ഗാന്ധിൻ്റെ 2 കൈയിലും പ്രിയങ്കയും രാഹുലും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതും. കുട്ടികളല്ലേ. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇന്ദിരാഗാന്ധി മരിച്ച ആ 3 ദിവസത്തെ ദുഃഖാചരണത്തിൽ കാണിച്ച വിഷ്വലുകൾ. മലയാളം സംസാരിച്ചു തുടങ്ങിയ ദൂരദർശനും ചിത്രഗീതം എന്ന് പറഞ്ഞൊരു പരിപാടി, എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച നസീസാറും ഷീലയും ഒക്കെ പാടുന്നത് നമുക്ക് കണ്ടിരുന്ന ആ ദിവസങ്ങളും മറക്കാനാവാത്ത ഓർമ്മകളാണ്. അവിടേക്കാണ് കേബിളിലൂടെ ഒരു മലയാളം ചാനൽ വരുന്നു എന്ന വാർത്ത വരുന്നത്. ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ന്യൂസും കടലും കടലാടിയും പോലെ ഒരു ബന്ധവും ഇല്ല എങ്കിലും വെറുപ്പിൻ്റെ കലകൾ ക്രിയേറ്റ് ചെയ്യുന്ന വാർത്താ ചാനലായി ഏഷ്യാനെറ്റ് ന്യൂസ് അതപ്പതിച്ചെങ്കിലും എന്തോ എന്നെപ്പോലുള്ളവർക്ക് വെറുക്കാൻ തോന്നാത്തത് ഏഷ്യാനെറ്റ് എന്ന് പേരുള്ളത് കൊണ്ടാകണം എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്.
വെറുപ്പിൻ്റെ വിദ്വേഷമാണല്ലോ അവർ പരത്തുന്നത്. സന്ധ്യ നേരത്ത് ഒരു 8 മണിയാകുമ്പോൾ ഒരു 6-7 ഒരു സ്ഥിരം മുഖങ്ങളുണ്ട്, ഒരു 3-4 എണ്ണം. അവരെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഈ പിണറായി വിജയനെ തള്ളക്കി വിളിക്കുന്ന ഒരു ചർച്ചയാണല്ലോ എല്ലാ ദിവസവും. ഒരു മാനസിക രോഗി പോലുള്ള മുഖമുള്ള ചിരിക്കാത്ത, എല്ലാവരും പിണറായി ചിരിക്കില്ല എന്ന് പറയും. എന്നിട്ട് ഈ വാർത്ത വായിക്കുന്നവൻ്റെ മുഖം കാണണം കടത്ത കുത്തികൾ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് വയ്ക്കേയില്ല. എത്രയോ കാലമായിട്ട് എൻ്റെ വീട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വെച്ചിട്ടില്ല. മനോരമ വെച്ചാലും ഏഷ്യാനെറ്റ് ന്യൂസ് വയ്ക്കില്ല. പത്രക്കാരെ ഒരിക്കലും വിശ്വസിക്കാത്ത ആളായിരുന്നു കെ കരുണാകരൻ എന്ന ദീർഘദർശി. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ മലയാളി കേബിൾ TV പ്രസ്ഥാനത്തെ അറിയുമായിരുന്നോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ്. കേബിൾ വലിക്കാനായിട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് KSEBയുടെ എലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റുകൾ എനിക്ക് തോന്നുന്നു വർഷം 2 രൂപ എന്തോ വാടകയ്ക്കാണ് കൊടുത്തത്. അങ്ങനെ വാങ്ങി വാടകയ്ക്ക് നൽകാൻ കരുണാകരൻ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഇരുന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും വേറെ ഏത് പാർട്ടിയുടെ, ഇപ്പോൾ എൻ്റെ പാർട്ടിയുടെ ആയാലും ശരി, കോൺഗ്രസിൻ്റെ AK ആൻ്റണി ആയാലും ശരി കൊടുക്കില്ല. പക്ഷേ കെ കരുണാകരൻ എന്ന ദീർഘദർശി ആയതുകൊണ്ട് അദ്ദേഹം കേബിൾ TV ശൃംഖല കേരളത്തിൽ പരക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നെ തെറി വിളിക്കാൻ തന്നെ ആണെങ്കിലും കേരളം മുഴുവൻ പരക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹമാണ് KSEBയുടെ പോസ്റ്റുകളിലൂടെ ACBയുടെ കേബിൾ വലിക്കാനുള്ള പെർമിഷൻ കൊടുത്തത്. ഏഷ്യാനെറ്റ് എന്നൊരു കേബിൾ TV വരുന്നു എന്ന് കേട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ഭാസ്കരൻ മാഷിൻ്റെ മരുമകൻ PT ശശികുമാർ എന്ന മനുഷ്യനാണ് എന്ന വാർത്തയും അക്കാലത്ത് പരന്നിരുന്നു. PT ശശികുമാർ PTയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഏഷ്യാനെറ്റ് ശശികുമാർ എന്നായി അദ്ദേഹത്തിൻ്റെ പേര്. ഏഷ്യാനെറ്റ് ശശികുമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രണവ് റോയിയെ കാണുന്നത് പോലെയായിരുന്നു ഞാൻ PT ശശികുമാർ സാറിനെ കണ്ടിരുന്നത്. വേഷഭൂഷാദികളിലടക്കം പ്രണവ് റോയുമായിട്ട് വളരെ പ്രിയപ്പെട്ടവനും പരിചിതനുമായിരുന്നു ശശികുമാർ സാർ. എന്നാൽ ശശികുമാർ ആണോ മലയാളിക്ക് സാറ്റലൈറ്റ് ചാനൽ കൊണ്ടു തന്നത് അല്ല എന്നതാണ് വാസ്തവം. എത്ര മലയാളിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എല്ലാവരും വിചാരിക്കുന്ന ഏഷ്യാനെറ്റ് തുടങ്ങിയത് ശശികുമാർ എന്നാണ്. പിന്നെ ആരാ? ആ വിഷയമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ശശികുമാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ എന്ന് വൈകിയാണ് മലയാളി അറിഞ്ഞത്. അതും മലയാളികൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നില്ല. ഏഷ്യാനെറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശശികുമാർ. അതിന്നും അറിയാത്തവരുണ്ട് എന്നുള്ളതാണ് രസം. തകർന്നു പോയ സോവിയറ്റ് യൂണിയനിൽ പഠിക്കാൻ പോയ, പിന്നെ അവിടെ സമർത്ഥനായ ബിസിനസ്സുകാരനായി വളർന്ന കൊടുങ്ങല്ലൂരുകാരനാണ് ഡോക്ടർ റെജി മേനോൻ. 1970 മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ടാണ് റെജി മേനോൻ സോവിയറ്റ് യൂണിയനിലെത്തിയത്. സ്കോളർഷിപ്പോടെ ആയിരുന്നു റെജി മേനോൻ്റെ സോവിയറ്റ് യൂണിയനിലെ പഠിത്തം. പഠനകാലത്ത് മോസ്കോയിലെ PTയുടെ കറസ്പോണ്ടൻ്റ് P ഉണ്ണികൃഷ്ണൻ റെജി മേനോൻ്റെ വ്യവസായ വളർച്ചകൾ കണ്ട ആളായിരുന്നു. അപ്പോൾ മോസ്കോയിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണനായിട്ട് നല്ല ബന്ധമായിരുന്നു റെജി മേനോന്. എന്താ പറയുക, അദ്ദേഹം ഈ റെജി മേനോൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഒരു മിടുക്കനാകും എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. കയറ്റുമതി ഇറക്കുമതി സ്ഥാപനമായ മേനോൻ ഇംബക്സ്, മരുന്ന് നിർമ്മാണശാലയായ മേനോൻ ഫാർമ തുടങ്ങി 10ഓളം സ്ഥാപനങ്ങൾ മേനോൻ സോവിയറ്റ് യൂണിയനിൽ സ്ഥാപിച്ച് വളരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുന്നത്. P ഉണ്ണികൃഷ്ണൻ ഡൽഹിയിലേക്ക് മാറി. പിന്നീട് PTയുടെ ജനറൽ മാനേജരായി. അക്കാലത്ത് ശശികുമാർ ബഹ്റിനിലെ വെസ്റ്റ് ഏഷ്യ കറസ്പോണ്ടൻറ്റും പിന്നെ റിലയൻസിൻ്റെ മുദ്ര ആൻഡ് ഏജൻസിയിലും ജോലി ചെയ്യുന്ന കാലമാണ്. പറയാൻ വിട്ടു, ഈ ശശികുമാർ എന്ന് പറയുന്ന PT ശശികുമാർ എന്ന് പറയുന്ന ആൾ റെജി മേനോൻ്റെ അനന്തരവനാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട് അവരുമില്ല. പ്രായത്തിൽ വലിയ അന്തരമില്ലെങ്കിലും റെജി മേനോൻ്റെ അനന്തരവനാണ് PT ശശികുമാർ. ശശികുമാറിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലൗഡ് സ്പീക്കറിൽ മമ്മൂട്ടിയുടെ കൂടെ നല്ല മനോഹരമായൊരു വേഷം ചെയ്തു. അതിൽ ശശികുമാർ സാർ പ്രസംഗിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ എന്താ അനർഗളമായ ഒരു പ്രത്യേക ഭാഷയിൽ എന്ത് രസമായിട്ട് സംസാരിക്കും. ഉണ്ണികൃഷ്ണൻ ആരംഭിച്ച PTA TVയിലേക്ക് റെജി മേനോൻ്റെ നിർദ്ദേശപ്രകാരം ശശികുമാറിനെ ഡെപ്യൂട്ടി ജനറൽ മാനേജരാക്കി. ഒരിക്കൽ റെജി മേനോൻ ഇന്ത്യയിൽ വന്നപ്പോൾ ദൂരദർശൻ്റെ കുത്തക അവസാനിപ്പിക്കാനായി നമുക്കൊരു ദേശീയ ചാനൽ തുടങ്ങാമോ എന്ന് മേനോനോട് ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു. ചാനലിൻ്റെ നിക്ഷേപകൻ റെജി മേനോൻ ആകണം. തൻ്റെ ബന്ധം ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രസ്ഥാപനങ്ങളെയും അതിൽ കോർത്തിണക്കാം, ഞാൻ കൊണ്ടുവരാം എന്ന് ഉണ്ണികൃഷ്ണൻ വാക്കുകൊടുത്തു. അതിനായൊരു റഷ്യൻ ട്രാൻസ്പോണ്ടർ റെജി മേനോൻ സംഘടിപ്പിക്കണം. അതാണ് പ്രധാനമായിട്ടും ആവശ്യം. ഒരു ട്രാൻസ്പോണ്ടർ വേണം സാറ്റലൈറ്റ് വഴി വരാനായിട്ട്. മേനോന് സമ്മതം. മാധ്യമ മേഖല തൻ്റെ തട്ടകം അല്ലഞ്ഞിട്ടും ഉണ്ണികൃഷ്ണനോട് നോ പറയാൻ ആകാത്തതിനാൽ മേനോൻ സമ്മതിച്ചതാണ്. തൻ്റെ പ്രിയപ്പെട്ട അനന്തരവൻ ശശികുമാർ കൂടെ ഉണ്ടല്ലോ എന്നതും മേനോന് വിശ്വാസം ഏറി. കാരണം മിടുക്കനായ PTയിലുണ്ടല്ലോ,
അപ്പോൾ ശശികുമാറും കൂടെ ചേരുമ്പോൾ ഉണ്ണികൃഷ്ണൻ, എൻ്റെ വിശ്വസ്തനായ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എന്നാണ് അദ്ദേഹം പറയുന്നത്, ഉണ്ണികൃഷ്ണൻ ചേട്ടനും ശശികുമാറും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ബലമായല്ലോ, പൈസ മാത്രം ഞാൻ സംഘടിപ്പിച്ചാൽ മതിയല്ലോ എന്നായിരുന്നു മേനോൻ്റെ ചിന്ത. മോസ്കോയിൽ ഗഗാറിന് ശേഷം രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന ഓളിനെവിനെയും സോവിയറ്റ് യൂണിയൻ്റെ മിക്ക റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെയും ചുക്കാൻ പിടിച്ചിരുന്ന ജനറൽ ആന്ത്രോണോവിനെയും റെജി മേനോൻ്റെ കമ്പനിയിൽ, അവിടെ റഷ്യയിലുണ്ടായിരുന്ന കമ്പനികളുടെ ഉപദേഷ്ടാക്കളായിരുന്നു ഇവർ രണ്ടുപേരും. ഇവരുടെ സഹായത്തോടെ എക്രോൺ എന്ന സാറ്റലൈറ്റിൻ്റെ ട്രാൻസ്പോണ്ടറിന് റെജി മേനോൻ ഒപ്പിട്ടു. അതിൽ ആ ട്രാൻസ്പോണ്ടറിലൂടെ, എക്രോണിലൂടെ ഇത് നമുക്ക് കേരളത്തിലേക്ക് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണാവുന്ന രീതിയിലാക്കാം എന്ന് എഗ്രിമെൻ്റ് ഒപ്പിട്ടു. റെജി മേനോൻ്റെ വിദേശവാസിയായതിനാൽ കേന്ദ്ര അനുവാദം കിട്ടില്ല, NRIക്കാർക്ക് ലൈസൻസ് കിട്ടില്ല. മേനോൻ്റെ അനന്തരവളുടെ ഭർത്താവ് CP ചന്ദ്രശേഖരൻ്റെയും ശശികുമാറിൻ്റെയും പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു. ട്രാൻസ്പോണ്ടറിന് അന്ന് ഒരു വർഷത്തേക്ക് $10 ലക്ഷം നിന്നും $45 ലക്ഷം ഉയർന്ന സമയമായിരുന്നു. ഒരു വർഷം അതിലൂടെ സംപ്രേഷണം ചെയ്യണമെങ്കിൽ $45 ലക്ഷം കൊടുക്കണം. അപ്പോൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര എന്ന് ആലോചിച്ച് നോക്കും. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പത്രക്കാരെ ആരെയും പങ്കാളിയായി കിട്ടിയില്ല. ഒപ്പം ലങ് ക്യാൻസർ വന്നിട്ട് ഉണ്ണികൃഷ്ണൻ ഒരു വർഷം എന്തോ കഴിയുമ്പോഴേക്കും മരിക്കുകയും ചെയ്തു. അങ്ങനെ ദേശീയ ചാനൽ എന്ന ചിന്ത വിട്ട് മലയാളത്തിലൊരു ചാനൽ എന്നതിലേക്ക് മേനോൻ ചുരുക്കി. ഇന്ത്യ മുഴുവനുള്ളൊരു ചാനൽ വേണ്ട, മലയാളത്തിൽ മാത്രമായി ഒരു പ്രാദേശിക ചാനൽ തുടങ്ങാം എന്ന ചിന്തയിലേക്ക് വന്നു. അതോടെ ശശികുമാർ പ്രധാന റോളിലേക്ക് എത്തി. കാരണം ഒന്ന്, റെജി മേനോൻ സോവിയറ്റ് യൂണിയനിലാണ്, റഷ്യയിലാണ്, ഉണ്ണികൃഷ്ണൻ മരിച്ചും പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ ശശികുമാർ, PT ശശികുമാറേ ഉള്ളൂ. കൂടെ മാതൃഭൂമിയിലുണ്ടായിരുന്ന, ഡൽഹിയിലുണ്ടായിരുന്ന VK മാധവൻകുട്ടിയും എത്തി. ഒരു പ്രാദേശിക ചാനലിന് എക്രാൻ വേണ്ട, വർഷം $45 ലക്ഷം ചിലവാക്കണ്ട എന്ന് അന്വേഷണങ്ങളിൽ നിന്ന് പിന്നെ മനസ്സിലാക്കി. ആ അന്വേഷണം റഷ്യയിലെ തന്നെ ഗോറിസോണ്ടിൻ്റെ ട്രാൻസ്പോണ്ടറിലെത്തി. 45 ലക്ഷത്തിൻ്റെ 1/4 വാടക മതി. പക്ഷേ ഒരു പരിമിതി ഉള്ളതെന്ന് വെച്ചാൽ കേബിൾ വഴിയേ കാണിക്കാൻ പറ്റും, അല്ലാതെ ഈ നമ്മുടെ ദൂരദർശൻ്റെ ആൻറ്റിന പോലെയൊന്നും സംവിധാനത്തിലൊന്നും നടക്കില്ല, കേബിൾ വേണം. പക്ഷേ ഒരു $10 ലക്ഷം $10 ലക്ഷം മുടക്കിയാൽ മതി. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന കമ്പനി ഈ കേബിൾ വലിക്കാനായിട്ടുണ്ടാക്കി. VK മാധവൻകുട്ടി വഴി മുഖ്യമന്ത്രി കരുണാകരനിലൂടെ KCB പോസ്റ്റുകൾ വഴി കേബിൾ വലിക്കാൻ എഗ്രിമെൻ്റ് വെച്ചു. ഫെഡറൽ ബാങ്കിൽ നിന്നും 6 കോടി രൂപ ലോൺ തരപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ഈ 6 കോടി രൂപയ്ക്ക് വേണ്ടി ഫെഡറൽ ബാങ്കിൽ ചെന്നപ്പോഴായിരിക്കാം അവിടുത്തെ ഉദ്യോഗസ്ഥനായ, പിന്നീട് എന്താ പറയുക, ഏഷ്യാനെറ്റിൻ്റെ എല്ലാമായി വളർന്ന K മാധവൻ സാറിനെ പരിചയപ്പെട്ടത് അങ്ങനെ ആയിരിക്കും. കാരണം അദ്ദേഹം ഫെഡറൽ ബാങ്കിലെ ഒരു ക്ലർക്കായിരുന്നു. പുളിയറക്കോണത്തെ മധുസാറിൻ്റെ ഉമാ സ്റ്റുഡിയോ വിലയ്ക്ക് വാങ്ങി. പണം തികയാതെ ആയപ്പോൾ കേബിൾ TVയുടെ പകുതി ഓഹരി റഹേജ ഗ്രൂപ്പിന് വിറ്റ് 30 കോടി രൂപ ഒപ്പിച്ചു. റഹേജ ഒരു വടക്കേന്ത്യൻ കമ്പനിയാണല്ലോ കേരളത്തിലെ ACV നടത്തുന്നത്. ഇന്നും ACVയും ഏഷ്യാനെറ്റ് കേബിളും റഹേജ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. 30 കോടിക്ക് റെജി മേനോൻ കൈമാറിയ കേബിൾ ശൃംഖല ഇന്ന് 300 കോടി രൂപ കൊടുത്താൽ പോലും റഹേജ തിരിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കേരളത്തിൽ നിന്ന് എത്ര കോടിയാണ് ഒരു വർഷം റഹേജ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5-6% ഷെയർ ശശികുമാർ എന്ന തൻ്റെ അനന്തരവന് കൊടുക്കാമെന്ന് റെജി മേനോൻ വാക്കാൽ പറഞ്ഞിരുന്നു. അനന്തരവനോടുള്ള സ്നേഹം കൂടുതൽ ഉണ്ടായപ്പോൾ അദ്ദേഹം അത് 14%-ഓ 20%-ഓ ആയി പിന്നീട് മാറ്റി. ശശികുമാറിൻ്റെ അധ്വാനം ആയിരുന്നു മൂലധനം, അല്ലാതെ ശശികുമാർ 10 പൈസ ഏഷ്യാനെറ്റിൽ മുടക്കിയിട്ടില്ല. ശശികുമാറിൻ്റെ അധ്വാനം ഏഷ്യാനെറ്റിൻ്റെ വളർച്ചയ്ക്ക് വലിയ സമ്പാദ്യമായിരുന്നു. കാരണം വലിയ എന്താ പറയുക, ബന്ധുബലമോ ആൾബലമോ ഉള്ള ആളാണ് ശശികുമാർ. അതുകൊണ്ടാണ് എന്താ പറയുക, നമ്മൾ TNG എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കണ്ണാടി ഗോപകുമാർ എന്ന് വിളിക്കുന്ന TN ഗോപകുമാർ അടക്കം, VK മാധവൻകുട്ടി അടക്കം, സക്കറി അടക്കം, ചിന്തരവി അടക്കം ഒരുപാട് പേര് ഇതിലേക്ക് വന്നത് തീർച്ചയായിട്ടും PT ശശികുമാറിൻ്റെ ബന്ധുബലം കൊണ്ട് തന്നെയാണ്. തനിക്ക് മറ്റ് സമ്പാദ്യമൊന്നുമില്ലാത്തതിനാൽ ഏഷ്യാനെറ്റിൻ്റെ 50% ഓഹരി നൽകണമെന്ന് ഒരിക്കൽ അനന്തരവനായ ശശികുമാർ അമ്മാവനായ റെജി മേനോനോട് അഭ്യർത്ഥിച്ചു. തൻ്റെ പ്രിയപ്പെട്ട അനന്തരവനായതിനാൽ 40% അയാൾക്കും 60% എനിക്കെന്നോ, അല്ലെങ്കിൽ 49% ശശികുമാറിനും 50% തനിക്കെന്നോ ഒന്നും മേനോൻ പറഞ്ഞില്ല. 50% ശശികുമാർ ചോദിച്ച ഓഹരി ആര് കൊടുക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏഷ്യാനെറ്റിൻ്റെ ഓഹരി അദ്ദേഹത്തിന് കൊടുത്തു. ഇന്ത്യയിൽ വന്നിരുന്ന്
ഏഷ്യാനെറ്റിനായി ചെലവിടാൻ തൻ്റെ കൈവശ സമയം ഒട്ടുമില്ല എന്നും എല്ലാ കാര്യങ്ങളും ശശി തന്നെ മാനേജ് ചെയ്യണമെന്നും റെജി മേനോൻ ശശികുമാറിനെ ഏൽപ്പിച്ചു. അതോടെ ശശികുമാർ ഏഷ്യാനെറ്റ് ശശികുമാറായി മാറി. ഭജനം മൂത്ത് ഊരായ്മ ആകുമെന്ന് ഞാൻ കരുതിയില്ല എന്നാണ് റെജി മേനോൻ പറയുന്നത്. അതിൻ്റെ ആ പഴമൊഴിയുടെ ശരിക്കും അർത്ഥം എനിക്കറിയില്ല. ഭജനം മൂത്ത് ഊരായ്മ ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഏഷ്യാനെറ്റിൻ്റെ വിജയത്തിലോ മുന്നേറ്റത്തിലോ നാട്ടിൽ വന്ന് പങ്കുചേരാൻ കഴിയാത്തത്ര തിരക്ക് സോവിയറ്റ് യൂണിയനിൽ റെജി മേനോനുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് തന്നെ പ്രിൻറ്റിംഗ്, പബ്ലിഷിംഗ്, ഫാർമസ്യൂട്ടിക്കൽ, സോഫ്റ്റ്വെയർ നിർമ്മാണം, അടിസ്ഥാന ഗവേഷണം തുടങ്ങിയ 4 സംരംഭങ്ങൾ ഏഷ്യാനെറ്റ് തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ റഷ്യയിൽ മേനോൻ തുടങ്ങിയിരുന്നു. കേരളത്തിൽ ഏഷ്യാനെറ്റ് എന്നാൽ ശശികുമാറിൻ്റെ ഏഷ്യാനെറ്റായി അറിയപ്പെട്ടു. റെജി മേനോൻ്റെ പേര് ബോധപൂർവം ആരും ഒരിടത്തും പരാമർശിക്കാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ആ സ്ഥിതിയിലെത്തി. ശശികുമാറിനെ ഒരു ദിവസം മോസ്കോയിലേക്ക് റെജി മേനോൻ വിളിച്ചു വരുത്തി. എൻ്റെ ഓഹരികൾ കൂടി ശശികുമാറിന് വാങ്ങിക്കാൻ തയ്യാറുണ്ടോ എന്ന് മേനോൻ ചോദിച്ചു. എനിക്ക് ഏഷ്യാനെറ്റ് വേണ്ട, കാരണം നിങ്ങളെ പേരിലാണല്ലോ ഇപ്പോൾ അറിയുന്നത്, ഏഷ്യാനെറ്റ് ശശികുമാർ എന്നല്ലേ അറിയുന്നത്. ഞാൻ എൻ്റെ ഓഹരി 50% കൂടി അങ്ങ് തന്നേക്കാം, അത് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ശശികുമാർ മറുപടി പറഞ്ഞില്ല, ഒന്നും പ്രതികരിച്ചില്ല. വിദേശിയായ തൻ്റെ നിക്ഷേപത്തിന് അനുമതിയായി കേന്ദ്രത്തിൽ അപേക്ഷിച്ചിരുന്നത് അംഗീകരിക്കപ്പെട്ടു. പക്ഷേ ആ വിവരം പോലും റെജി മേനോനെ ആരും അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ ശശികുമാർ അറിയിച്ചില്ല. വിദേശ പണം NRIക്കാർക്ക് ഇവിടെ തുടങ്ങാൻ പറ്റില്ല. പക്ഷേ അപേക്ഷ കൊടുത്ത് ഒരുപാട് നൂലാമാലകൾ കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് അത് അപ്രൂവലായി, നിങ്ങൾക്ക് അപ്രൂവൽ തന്നിരിക്കുന്നു. പക്ഷേ ആ അപ്രൂവൽ കിട്ടിയ വിവരം പോലും കൃത്യസമയത്ത് റെജി മേനോനെ അറിയിച്ചില്ല. അതോടെ ശശികുമാറിനോടുണ്ടായിരുന്ന വിശ്വാസം റെജി മേനോന് നഷ്ടമായി. തൻ്റെ നിക്ഷേപം കൊണ്ട് ജന്മം കൊണ്ട സ്ഥാപനം നോക്കേണ്ടത് ഞാൻ തന്നെയാണെന്ന് റെജി മേനോൻ തീരുമാനിച്ചു. 50% ഓഹരിയും മാനേജ്മെൻറ്റ് നിയന്ത്രണവും ഉണ്ടായിരുന്ന ശശികുമാർ ധരിച്ചത് റെജി മേനോൻ നിസ്സഹായനായിരിക്കും എന്നായിരുന്നു. അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഏഷ്യാനെറ്റ് ചലിക്കുന്നത് എന്നിലൂടെ അല്ലേ. ഒരു ദിവസം ഞാൻ വിചാരിച്ചാൽ മുഴുവൻ വേണമെങ്കിൽ നിർത്തിവെപ്പിക്കാം, പിന്നെ 50% ഷെയറും എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ, എനിക്ക് എഴുത്തുന്നിരിക്കുകയല്ലേ ഫ്രീ ആയിട്ട്. അതുകൊണ്ട് തന്നെ റെജി മേനോൻ എൻ്റെ മുമ്പ് ജയിക്കില്ല എന്നാണ് ശശികുമാർ കരുതിയത്. ഇന്ത്യൻ സംരംഭങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന റെജി മേനോൻ്റെ ജ്യേഷ്ഠൻ നന്ദൻ മേനോൻ്റെ പേരിൽ 5% ഓഹരികൾ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. റെജി മേനോൻ്റെ നിർദ്ദേശം കൊണ്ട് നന്ദൻ മേനോൻ ആ ഓഹരികൾ സറണ്ടർ ചെയ്തിരുന്നു. പക്ഷേ നിയമപരമായി അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൂടി ഉള്ളതിനാൽ നിയമപരമായി ശശികുമാറിന് കളിക്കാൻ കഴിയില്ല എന്ന് ബുദ്ധിമാനായ റെജി മേനോന് മനസ്സിലായി. അത് നന്നായി അറിയാവുന്ന ശശികുമാർ റെജി മേനോൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് ചെന്നു. ഒരു യുദ്ധത്തിന് താനില്ല എന്നും എന്ത് തീരുമാനവും അമ്മാവനായ മേനോൻ എടുക്കാമെന്നും വളരെ വിശ്വസ്തനായി നിന്ന് അല്ലെങ്കിൽ വിനയാന്വിതനായി നിന്ന് ശശികുമാർ പറഞ്ഞു. ഞാൻ ഇതിൽ ഓഹരിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞ് തമ്മിൽ നമ്മളെ ബലാബലം നോക്കാനൊന്നും ഞാനില്ല, എന്ത് വേണമെങ്കിലും താങ്കൾക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു. തൻ്റെ ധർമ്മരഹിതമായ പ്രവൃത്തികൾക്ക് എന്നോട് ക്ഷമിക്കണമെന്നും റെജി മേനോനോട് ശശികുമാർ പറഞ്ഞു. ശശികുമാർ ആവശ്യപ്പെട്ടതിനേക്കാൾ വലിയൊരു തുക നൽകി ഏഷ്യാനെറ്റിലെ എല്ലാ ബന്ധവും, ശശികുമാറിൻ്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു വിട്ടു. വലിയ വാർത്തയായിരുന്നു. PTI ശശികുമാർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ശശികുമാർ ഏഷ്യാനെറ്റ് വിട്ടു എന്നുള്ളത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. പ്രകടമായ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവ ചാനലാകണം ഏഷ്യാനെറ്റ് എന്ന തൻ്റെ ആഗ്രഹം ശശികുമാർ റെജി മേനോനോട് പറഞ്ഞിരുന്നു. ഒബ്ജക്റ്റീവ് നിലപാടുള്ള ചാനലായാൽ മതിയെന്ന് ഇദ്ദേഹം മറുപടി കൊടുത്തു. ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിച്ച ആളായിരുന്നു റെജി മേനോൻ. ഞാൻ പറഞ്ഞില്ലേ, കൗണ്ടറിൽ അവിടെ റിസപ്ഷനിൽ കിടന്ന ചെരുപ്പ് പറക്കി സ്റ്റാൻഡിൽ വെച്ച ആളാണ് റെജി മേനോൻ. ഒരാളെയും പിരിച്ചുവിടരുത്, എല്ലാവരുടെയും ശമ്പളം 31 മുമ്പ് കൊടുക്കണം എന്നൊക്കെ വളരെ കൃത്യമായി നടത്തിയിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു റെജി മേനോൻ. ഏഷ്യാനെറ്റിനെ ഉപയോഗിച്ച് കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് റെജി മേനോൻ ആഗ്രഹിച്ചു. സത്യം പറഞ്ഞാലേ ഈ AK ആൻ്റണിക്ക് നമ്മൾ ശപിച്ചു പോകും. എന്തെല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിയോട് പറഞ്ഞു എന്നാലോചിക്കൂ. മുഖ്യമന്ത്രി AK ആൻ്റണിയെ കണ്ട് സർക്കാരിൻ്റെ മുഴുവൻ സ്കൂളുകളിലും കമ്പ്യൂട്ടർ വൽക്കരിക്കാനുള്ള ഒരു പ്രോജക്റ്റ് നൽകി. മുഴുവൻ ചിലവും, അതായത് 400 കോടി രൂപ ചിലവും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ വയ്ക്കണമെങ്കിൽ അത് താൻ തന്നെ വഹിക്കാമെന്നും റെജി മേനോൻ AK ആൻ്റണിയോട് പറഞ്ഞു. മറുപടി വന്നത് ഏതെങ്കിലും ഒരു ജില്ലയിൽ പരീക്ഷിക്കാമെന്ന്. മേനോന് അതിൽ താല്പര്യമില്ലായിരുന്നു. അതായത് കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും, സർക്കാരിൻ്റെ എല്ലാ സ്കൂളുകളിലൊന്നും കമ്പ്യൂട്ടർ വയ്ക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ജില്ലയിൽ വെച്ചോ, തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ കൊല്ലത്തോ എവിടെയെങ്കിലും പണ്ടടങ്ങോ എടുത്ത് വെച്ചോ എന്നായി AK ആൻ്റണി.
മേനോൻ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടു. ആലോചിച്ച് നോക്കൂ, 400 കോടി രൂപ ഞാൻ മുടക്കാം, കേരളത്തിലെ കുട്ടികൾ കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുപോലും കടക്കൽ കത്തിവെച്ച ആളാണ് എ കെ ആന്റണി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? കേരളത്തിൻ്റെ ധാതു മണലിൽ നിന്നും ടൈറ്റാനിയം ഡയോക്സൈഡും ടൈറ്റാനിയം സ്പോഞ്ചുമല്ല ടൈറ്റാനിയം മെറ്റലാണ് ഉത്പാദിപ്പിക്കേണ്ടത്, അതിനുള്ള സാങ്കേതിക വിദ്യ താൻ എത്തിച്ചു തരാമെന്ന് എ കെ ആന്റണി വീണ്ടും വേറൊരു പ്രൊപ്പോസലായിട്ട് നിർദ്ദേശിച്ചു. മറുപടി പോലും കൊടുത്തില്ല ആന്റണി. മാതൃഭൂമിയിൽ ഇക്കാര്യത്തെപ്പറ്റി റെജി മേനോൻ എഴുതുകയും ചെയ്തു. കടലാക്രമണം തടയുന്നതിന് തീരത്ത് കല്ലിടലല്ല ഫലപ്രദമെന്നും പുതിയ സാങ്കേതിക വിദ്യയുണ്ടെന്നും അത് എത്തിച്ചു കൊടുക്കാമെന്നും മേനോൻ നിർദ്ദേശിച്ചു. അതിനും മറുപടി കൊടുത്തില്ല. ഈ എ കെ ആന്റണിയുടെയൊക്കെ ഒരു പ്രശ്നം എൻ്റെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് മാത്രമേ പുള്ളി നോക്കുകയുള്ളൂ. അല്ലാതെ നാട് നന്നാവണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചിന്തിക്കില്ല. ബാലൻസ് ഷീറ്റ് മാത്രം ലക്ഷ്യം വെച്ച് ഏഷ്യാനെറ്റ് മാനേജ് ചെയ്യാൻ റെജി മേനോൻ തയ്യാറായില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു ദൃശ്യ മാധ്യമത്തിന് തനിയെ അധികമൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ മേനോൻ വിവിധ മാധ്യമങ്ങളെ ഒരിക്കൽ സമീപിച്ചു. നമുക്ക് കൂട്ടായി കേരളത്തിനായി പ്രവർത്തിക്കാം എന്ന് സംസാരിച്ചു. പ്രതികരണം അനുകൂലമായിരുന്നു, പക്ഷേ എങ്ങും എത്തിയില്ല. എണ്ണ പ്രകൃതിവാതക ഖനന വ്യവസായത്തിലേക്ക് റെജി മേനോൻ നീങ്ങിയപ്പോൾ കൂടുതൽ പണം ആവശ്യമായി വന്നു. അതോടെ ഏഷ്യാനെറ്റിൻ്റെ അദ്ദേഹത്തിനുണ്ടായിരുന്ന മുഴുവൻ ഷെയറും റെജി മേനോൻ വിറ്റു തീർത്തു. നമ്മുടെ നാടായ കേരളത്തോടുള്ള എൻ്റെ ബന്ധങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. സംബഡി ഫ്രം ദ പാസ്റ്റ് ആയി എന്നെ എഴുതി തള്ളുകയും വേണ്ട എന്നാണ് റെജി മേനോൻ്റെ പക്ഷം. ശരിക്കും റെജി മേനോനെ പോലെയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള വിദേശ മലയാളികളെ സർക്കാരടക്കം നമ്മൾ നന്നായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് ഞാൻ പറയും. ഇപ്പോൾ വ്യവസായികളുടെയൊക്കെ ഒരു കൂട്ടായ്മ വിളിച്ചപ്പോൾ പോലും റെജി മേനോനെ ഈ ഇടതുപക്ഷ സർക്കാർ വിളിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് റെജി മേനോനെ പോലെ തലയിൽ ആള് താമസമുള്ളവരെ സർക്കാർ കൂടെ കൂട്ടിയാൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ചിറകടികൾ വേഗത്തിലാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 3 എപ്പിസോഡ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഞാൻ സത്യസന്ധമായാണ് 3 എപ്പിസോഡിൽ സംസാരിച്ചത്. ആദ്യത്തെ 2 എപ്പിസോഡിൽ ഏഷ്യാനെറ്റിൽ നടന്ന കൊള്ളരുതായ്മകളെക്കുറിച്ച് ഞാൻ പറഞ്ഞ കഥകളെല്ലാം 100% സത്യസന്ധമാണ്. ആരുടെയും പേരോ ആരുടെയും ഫോട്ടോയോ ഒന്നും ഞാൻ ഉപയോഗിക്കാത്തതാണ്. കാരണം അതിൽ പലരും എൻ്റെ നല്ല സുഹൃത്തുക്കളുമാണ്. ഇപ്പോൾ എങ്ങനെ ഏഷ്യാനെറ്റ് ആദ്യമായി ഒരു മലയാളം സാറ്റലൈറ്റ് ചാനൽ എങ്ങനെ കേരളത്തിൽ വന്നുവെന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റിൽ റിലയൻസ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയിട്ട്, ആരുടെയെല്ലാം തലയാണ് ഇനി തെറിക്കാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് വേണ്ടി വന്നാൽ ഇനിയും ഒരു എപ്പിസോഡ് കൂടി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഏഷ്യാനെറ്റ് എങ്ങനെയാണ് ആദ്യമായി മലയാളത്തിലൊരു സാറ്റലൈറ്റ് ചാനൽ എങ്ങനെയാണ് ലോഞ്ച് ചെയ്തത് എന്ന് ഇനി ആർക്കും സംശയം ഉണ്ടാകില്ല. നമ്മുടെ പ്രോഗ്രാം കണ്ടാൽ മതി എന്ന് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഈ 3 എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.